നമ്മൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചധികം നാളായിട്ട് അൺബോക്സ് ചെയ്തിട്ടും കുറച്ച് നാളായി. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വിത്തൊക്കെ മുളച്ച് ഒരുവിധം വലിയ വലിയ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചട്ടിയിലും പോലെ ഇങ്ങനെ ഈ ബാഗിലൊക്കെ എടുത്ത് മണ്ണൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ കുപ്പിയിൽ നിന്ന് മൊത്തം എടുത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇത് ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങയുടെ തൈയാണ് കേട്ടോ. വഴുതനങ്ങയുടെ തൈയപ്പോൾ കുറച്ചധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ, മുളക്, തക്കാളി, ചീര ഇത് മാത്രമാണ് അങ്ങനെ ഉണ്ടായി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഒന്നും കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ക്യാരറ്റാണെന്ന് ബീട്രൂട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യമേ ഒന്ന് നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കതൊന്ന് മാറ്റി നടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമ്മൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ടാക്കി നട്ടു കൊടുക്കാൻ കേട്ടോ. എല്ലാം കൂടി ഓരോന്നിലേക്ക് മാത്രമായിട്ട് ഒന്നൊന്നായിട്ട് മാറ്റി മാറ്റി നടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സ്ഥലത്തിൻ്റെ പ്രശ്നവും മണ്ണ് അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഉള്ളതിൽ അങ്ങ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലതിൽ മാത്രമാണ് ഞാൻ 2, 3 ഒക്കെ കൊടുക്കണുള്ളൂ. ബാക്കി എല്ലാത്തിലും ഓരോന്നോരോന്ന് വെച്ചാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത്. നമ്മൾ വിത്തൊക്കെ ഇട്ട് ഒരുമിച്ചിട്ടായിരുന്നു എല്ലാം ഒരുമിച്ച് അങ്ങ് വളർന്നു വന്നത്. ഇതൊന്ന് അടർത്തി ഒന്ന് റെഡിയാക്കിയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ ഞാനിങ്ങനെ വേര് പിടിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടുന്ന് മാറ്റി നട്ട് എന്താവുമെന്ന് അറിയില്ല. ഇതൊന്ന് വളർന്നു വരാനുള്ള സമയം കിട്ടിയാൽ മതിയായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു ഐഡിയയോ വഴികളോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോഴാണല്ലോ ഒന്ന് ഓക്കെ ആയിട്ട് വരുള്ളൂ. പക്ഷേ ഇതെല്ലാം ഇതിനകത്ത് നിൽക്കണതായിരിക്കും നല്ലത്. കാണാനുള്ള അങ്ങനത്തെ സൗന്ദര്യ ഭംഗി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു പൂച്ചെടി അല്ലല്ലോ. കണ്ടോ, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. മറ്റേ സംഭവം എനിക്ക് തോന്നുന്നു ബീട്രൂട്ട് ആണെങ്കിൽ അത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു ചട്ടി പോരാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പൊക്കമുള്ളത് എടുത്തു കേട്ടോ. ഇത് നമ്മുടെ മണ്ണിൻ്റെ കുപ്പിയാണ്. അതൊന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. പിന്നെ അത് ഈ മണ്ണിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ റെഡി ആയിട്ട് ഇരുന്നു. പിന്നെ ഇത് നേരെ നമ്മൾ വീണ്ടും എടുത്തു നമ്മുടെ ടൂള്. എന്നിട്ട് ഇതേ ബീട്രൂട്ടിൻ്റെ തൈകളൊക്കെ കൂടി ഒന്നും കൂടെ അതിലേക്ക് അങ്ങ് നട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇതും ഓരോന്നോ അല്ലെങ്കിൽ 2 3 മാത്രമായിട്ട് നടണമെന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ. ഇനിയിപ്പോൾ വീണ്ടും വേര് ഇറക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് എടുക്കും. പക്ഷേ ആ ബീട്രൂട്ട് അതിനകത്ത് നിന്ന് എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് ബീട്രൂട്ടാണെങ്കിൽ പിന്നെ ഇത് നമ്മൾ കുറച്ച് ടൂൾസാണ് ഇതും കൂടെ നോക്കി ഇച്ചിരിയും കൂടി ആവശ്യങ്ങളുണ്ട്. ഇത് നമ്മുടെ കുറച്ച് സവാള, ഇഞ്ചിയുടെ തൊണ്ട, അങ്ങനെ വേസ്റ്റ് കുറച്ചധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അടുത്ത പണി. ഇത് നമുക്ക് എന്താണ് മുളക് നടാനുള്ളതാണ് കേട്ടോ. മുളക് ഞാൻ ആദ്യം മുളപ്പിച്ചു, പിന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി മണ്ണിലേക്ക് നട്ടു. ഇനിയിപ്പോൾ മണ്ണിൽ നിന്ന് നട്ടി വീണ്ടും ചട്ടിയിലേക്ക് നടണം. അപ്പോൾ നമ്മുടെ ചട്ടികളൊക്കെ റെഡിയാക്കിയപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മണ്ണൊക്കെ ഉണ്ട് ആദ്യം എടുത്തിട്ടേക്കണം. എല്ലാത്തിലേക്കും ഒരു 2, 3 പിടിയൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ വാരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് അതിനകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ വേസ്റ്റാണ് കേട്ടോ. അതും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചധികം കൂടിപ്പോയി. ആവേശമാണല്ലോ നമ്മുടെ പ്രധാന കാര്യം. ഇനിയിപ്പോൾ ഇത്ര അധികം ഇട്ട് കൊടുത്താൽ എങ്ങനെ മണ്ണും കൂടി ഇടുന്ന ആലോചിച്ചു. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ലേശം ഞാൻ തിരിച്ചങ്ങോട്ട് വാരി എടുത്തു കേട്ടോ. അത്ര അധികത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണൊക്കെ ഇങ്ങനെ വാരി റെഡിയാക്കി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിലും അത്യാവശ്യം നല്ലപോലെ മണ്ണൊക്കെ ഇട്ടു. ആദ്യം നമ്മുടെ ടൂൾ ഉപയോഗിച്ചു. പിന്നെ വിചാരിച്ചു കൈ കൊണ്ട് തന്നെ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. പിന്നെ ഇതിനകത്താണെങ്കിൽ കൂടുതലും കല്ലാർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നട്ടതാണ്. അത് നമ്മളിപ്പോൾ പറിക്കാൻ പോകാം കേട്ടോ. അങ്ങനെ പറിച്ചെടുത്തു. മുളക് തൈകൾ നമ്മൾ കോതമംഗലം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് നമ്മൾ നട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു ചെടികളൊക്കെ ഇച്ചിരി വേരൊക്കെ ആയതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഈ ചട്ടികളിലേക്ക് നല്ലപോലെ ഒന്ന് നട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഈ നാറാണത്ത് പ്രാന്തം ചെയ്യുന്ന സിമിലാരിറ്റി പോലത്തെ ജോലികൾ ചെയ്യലാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുളകൊക്കെ ഒരു 10 തവണ എങ്ങാനും മാറ്റി നട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് തന്നെ മടുത്തിട്ടുണ്ടാവും. വേര് ഉറയ്ക്കാൻ സമ്മതിക്കുള്ളല്ലോ എവിടെയെങ്കിലും ഒന്ന് നിർത്തി. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇനി ഈ ചട്ടിയിൽ നിന്നൊരു മാറ്റമില്ല. ഇനിയിപ്പോൾ മുളക് ഉണ്ടായാലും ശരി, ഉണ്ടായില്ലെങ്കിലും ശരി എന്ന് അങ്ങനെ വിചാരിച്ചത് എല്ലാം കൂടെ റെഡിയാക്കി എടുത്ത് വെച്ചു കേട്ടോ. 2, 3, 4 ചട്ടികളിലാണ് നമ്മൾ മുളകൊക്കെ നട്ട് കൊടുക്കുന്നത്. നമ്മൾ ചീരയെല്ലാം വളർന്ന് റെഡിയായി നിൽക്കേണ്ടത്. ഇതാണ് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചത്. ഇതിനാണെങ്കിൽ ഒരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ചട്ടി ഒന്നും കൂടി ഒന്ന് വേറൊരു കുഞ്ഞി ചെടി മാറ്റിയിട്ട് വേണം അതിനകത്ത് റെഡിയാക്കി എടുക്കാൻ. അതേ ഒരു 3 ചട്ടി മുളക് നമ്മൾ തൽക്കാലത്തേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിച്ചട്ടി, അല്ലെ വലിയ ചട്ടി. ഈ വലിയ ചട്ടിയിൽ ചെടി എടുത്ത് നമ്മൾ കുഞ്ഞു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ചെടിയാണെങ്കിൽ ഒരുപാട് നാളായതാട്ടോ. ഇത് നല്ലപോലെ പടർന്ന് പന്തലിച്ച് നല്ല സൂപ്പറായിട്ട് നിന്നതായിരുന്നു. കോഴിക്കുട്ടികൾ ഇന്ന് വന്ന മുതലാണ് ഇതിങ്ങനെ ശോഷിച്ച് ഉണങ്ങി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിനാണെങ്കിൽ. ഇതിനകത്താണെങ്കിൽ അങ്ങനെ മണ്ണിൻ്റെ അംശം ഇച്ചിരി കുറവാണ്. ബാക്കിയുള്ളത് ഫുൾ ഇതിൻ്റെ വേരും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്തു വന്നിട്ട് വീണ്ടും കുറച്ച് മണ്ണും കൂടി ഇട്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരിയും കൂടി കുഞ്ഞ് ചട്ടിയുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ വലിയ ചട്ടി എടുത്തിട്ട് വേണം അടുത്ത സെറ്റ് മുളക് നടാനായിട്ട്. അങ്ങനെ അതിൻ്റെ വേരിലിരുന്ന മണ്ണും അല്ലാണ്ടിട്ടുള്ള മണ്ണും ഒക്കെ കൂട്ടിയിട്ട് വീണ്ടും അത് റെഡിയാക്കി ഞെക്കിപ്പിച്ച് എങ്ങനെയോ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചെടി. കുറച്ചധികം വേരുകൾ ഉണ്ടായിരുന്നതുകൊണ്ടേ അതൊക്കെ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്തായാലും കോഴി തിന്നുള്ളൂ. കാരണം നമുക്ക് കോഴീനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വല മേടിച്ച് എപ്പോഴെങ്കിലും ഒന്ന് കെട്ടി അതിന് തിരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് എല്ലാ ചെടികൾക്കും ഒരു ആയുസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ കുറേ ഇങ്ങനെ നോക്കിയിട്ടും വേരൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എന്നിട്ടും പിന്നെ എങ്ങനെയോ റെഡിയാക്കി ഞാൻ അങ്ങ് കൊണ്ടുവച്ചു.
ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സെറ്റ് മുളക്. ഇത് നമ്മളതുപോലെ തന്നെ സെയിം നമ്മൾ സവാളയുടെ വേസ്റ്റ് ഇട്ടു, പിന്നെ മണ്ണിട്ടു, പിന്നെയും മണ്ണിട്ടു, അങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഇതേ കുഴിയൊക്കെ കുഴിച്ച് റെഡിയാക്കി നമ്മുടെ മറ്റേ ആ മുളകിൻ്റെ തൈ ഒരു സെറ്റായിട്ട് അത് ഞാൻ അങ്ങനെ പിരിച്ച് നടാനുള്ള ഒരുമിച്ച് തന്നെയായിട്ടാണ് നട്ടു കൊടുത്തേക്കാണ്. അതും കൂടി അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ചട്ടി മുളകും റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ എടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കാവേ. അതായത് താഴത്തെ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ചാക്കൊക്കെ റെഡിയാക്കി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ മുളക് പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നാളെ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കുളമാവും. ബാക്കിയുള്ള ചെടികളൊക്കെ കൂടി നമുക്കിങ്ങനെ മുകളിലേക്ക് എടുത്ത് വെച്ചു. ഇനി ഇതെല്ലാം വെയിൽ കൊണ്ട് നല്ലപോലെ വളരട്ടെ, എന്നാലേ നമുക്ക് മുളകൊക്കെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയധികം തക്കാളികൾ നട്ടിട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു തൈയാണ് കേട്ടോ നല്ലപോലെ വളർന്നു വന്നത്. അതായത് നമ്മുടെ വിത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും സാരമില്ല, വളർന്നു വന്നല്ലോ. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആ കോഴി പിടിച്ച പൂച്ചേനെ കണ്ടത്. കോഴി പിടിച്ച പൂച്ചയല്ല, കോഴീനെ പിടിച്ചുകൊണ്ട് പോയ പൂച്ച. അതിനൊന്നും യാതൊരു പേടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കോഴികളൊക്കെ വലുതായതുകൊണ്ട് അങ്ങനെ പിടിക്കാൻ ചെല്ലാറില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയും കൂടി ഒന്ന് മുളക് നടാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ അല്ലാണ്ട് നോർമലായിട്ട് നട്ട് വെച്ചതാണ്. ഒഴിച്ച് വെച്ചപ്പോൾ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഈശ്വരാ, അതിൽ തട്ടും മുട്ടൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീക്കി കുറച്ച് നട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് നേരെ പുറത്തോട്ട് വന്നുകൊണ്ടോ. പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണും പഴയ മണ്ണും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് കുഴച്ചെടുത്തിട്ട് ദേ ഈ ഒരു ബാഗിലേക്ക്, ഇതത്ര പൊക്കം ഉള്ളതല്ല, പൊക്കം കുറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ഒന്ന് നിറയ്ക്കണത്. അപ്പോൾ അതൊന്ന് ഒരുക്കി റെഡിയാക്കി എടുത്തു. കുറച്ചുണ്ടായിരുന്ന ഇച്ചിരി ഉണ്ടായിരുന്ന നമ്മുടെ വേസ്റ്റൊക്കെ ഇപ്പുറത്തേക്ക് കൊടുത്തു കേട്ടോ. ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ തക്കാളി നടുമ്പോൾ ഒന്ന് ചെരിച്ച് നടണതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന്. അങ്ങനെ വേണമെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ചെരിച്ച് നട്ട് കൊടുത്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് കോലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി ഒന്ന് കൊടുക്കണം. പിന്നെ ഇതിനകത്താണെങ്കിൽ നിറച്ച് കമ്പിയും കല്ലും കോലും മണ്ണും ഇങ്ങനെ അതും സാധനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തക്കാളിയും പിന്നെ എന്തുട്ടാണ് ബീട്രൂട്ടിൻ്റെയും എല്ലാം കൂടി അങ്ങോട്ട് നട്ടു. അങ്ങനെ നമ്മൾ ടൂൾസൊക്കെ സുരക്ഷിതമായിട്ട് വെച്ചു.